Hello, good afternoon. Hello, Good afternoon. Good afternoon, ma'am. എന്റെ PDF എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് PDF 31 വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാവരുടെ കയ്യിലുണ്ടോ? Yes, ma'am. ഓക്കെ. നിങ്ങളെ വായിച്ചു നോക്കിയായിരുന്നോ അടുത്തോളം? എങ്ങനെയാ വായിച്ചിട്ട് മനസ്സിലായോ? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. ആരെങ്കിലും 2-3 പറയാമോ? വായിച്ചു നോക്കിയാണോ മനസ്സിലായോ എന്നൊക്കെ അറിയാനാണ്. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് 2-3 പറയാമോ? ഹലോ, മെർക്കുറിന്റെ ഉണ്ട്. പറഞ്ഞോളൂ. കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് ഉണ്ട്. ബ്ലഡ് ആൻഡ് ബോഡി വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്. Radioactive spillage waste. ഷാർപ്സ് വില്ലേജ് വേസ്റ്റ്, പിന്നെ പൊട്ടറ്റീവ് എക്യുപ്മെന്റ്. പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടോ അല്ലെ? ആദ്യത്തെ 2-3 ആണ് വായിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലോ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ പിന്നെ വായിച്ചത് നിങ്ങൾക്ക് സ്പീഡിൽ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലേ? അവിടെ ഓരോരുത്തർ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മെർക്കുറിയസ് വില്ലേജ് വേസ്റ്റ്. ഓക്കെ. ഇനി നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഓക്കെ, എന്നാൽ ഞാൻ കടത്തെ. അപ്പം ഇന്നത്തെ നമ്മളുടെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റ് കണ്ടു. എന്തൊക്കെയാണ് 7 ടൈപ്പിലുള്ള വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. അതായത് എന്താണ്? ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, നെക്സ്റ്റ് മെർക്കുറിസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ലബോറട്ടറി അല്ലെ? ലബോറട്ടറീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ഓർമ്മ പറഞ്ഞത് റേഡിയോആക്റ്റീവ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അങ്ങനെ 7 പഠിച്ചു അല്ലെ? അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എല്ലായിടത്തും വരുന്ന മാത്രമല്ല ഇതിന്റെ വേസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഈ വേസ്റ്റുകളെ നമ്മളത് ഡിസ്പാച്ച് ചെയ്യാൻ അല്ലെ? നമ്മളത് നിക്ഷേപിക്കുക, നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ ഈ പോയിന്റുകളിലെല്ലാം ഈ 7 വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് എപ്പോഴും സ്റ്റാഫുകൾ ആ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് അവിടെ പ്രവർത്തിക്കേണ്ടവര് ട്രെയിൻഡ് സ്റ്റാഫുകളായിരിക്കണം അല്ലെ? ആ ട്രെയിൻഡ് സ്റ്റാഫുകൾക്ക് മാത്രമേ അവിടെ കൃത്യമായിട്ട് അത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഹോസ്പിറ്റലിൽ കൃത്യമായ ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് മാത്രമേ ആ വില്ലേജ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് തന്നെ വീണ്ടും എടുത്ത് പറയുന്നതാണ് അതെങ്ങനെയാണ് അവിടെ ഹോസ്പിറ്റലിൽ അത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. തുടങ്ങാം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. Here are some important aspects of training and education for village waste management in a hospital. ഹോസ്പിറ്റലിലെ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിന് കുറച്ച് ട്രെയിനിങ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അറിവുള്ള വ്യക്തികളായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് താഴെയുള്ള ഘടകങ്ങളാണ് അത് പറയുന്നത്. ഒന്ന്, ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ്. എന്താ പറയുന്നത്? ഫസ്റ്റ് ആയിട്ട് ഈ പേഴ്സൺസ് അല്ലെ, ഈ ട്രെയിൻഡ് സ്റ്റാഫുകൾ മനസ്സിലാക്കിയിരിക്കണം. നേരത്തെ നമ്മളിപ്പോ 7 വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു.
അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും റയർ കേസിലാണ് ഇതൊക്കെ സംഭവിക്കുക. ഇൻ കേസ് സംഭവിച്ചാൽ അവിടെ നടന്നിരിക്കുന്ന സ്പില്ലേജ് വേസ്റ്റ് മെർക്കറിയുമായി ബന്ധപ്പെട്ട സ്പില്ലേജ് ഒരു ചോർച്ചയാണോ, അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ടുള്ള സംഭവങ്ങളിലുള്ള ചോർച്ചയാണോ, അല്ലെങ്കിൽ എന്താ പറയുക ബ്ലഡോ മറ്റു ഫ്ലൂയിഡ്സ് വഴി ഉണ്ടായിരിക്കുന്ന സ്പില്ലേജ് വേസ്റ്റ് ആണോ, അങ്ങനെ എന്താണ് അവിടെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്ന സ്പില്ലേജ് എന്ന് മനസ്സിലാക്കിയിരിക്കണം, ഐഡന്റിഫൈ ചെയ്തിരിക്കണം. Proper training should be given to the health workers to identify various types of spillage waste and the related risks and danger. അല്ലെ, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരു എന്താ പറയുക കെമിക്കൽ സ്പ്രെഡിങ് ആണെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് അല്ലെ. അവിടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു 2 പോർഷൻസ്, മൈനറായിട്ടും മേജറായിട്ടും പ്രത്യേകം തിരിച്ചാണ് പഠിച്ചത്. അപ്പൊ മൈനർ ആയിട്ടുള്ളതിന് സ്പെഷ്യൽ സ്റ്റെപ്സുകളൊക്കെ എടുത്തു, മേജർ ആയിട്ടതിന് എന്താ പറയുക ആദ്യത്തെ സ്റ്റെപ്പുകൾക്ക് ശേഷം വീണ്ടും മൈനറിൽ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോ അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അതിനുശേഷമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്താ പറയുക അത് ഡിസ്പോസ് വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഡിസ്പോസ് പ്രൊസീജിയേഴ്സ് നടത്തണമെങ്കിലും നമുക്കറിയാം നേരത്തെ കൂട്ടി ഒരു PPE കിറ്റ് എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഓരോന്നിനും ചില വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഏത് തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് മനസ്സിലാക്കുക, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് സ്പില്ലേജ് വേസ്റ്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. This consists of the use of a personal protective equipment, the containment of the spill and a proper disposal of the waste. അപ്പോ ഇതിന് അടുത്തതായിട്ട് ഈ സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, ഇപ്പോ സംഭവിച്ചിരിക്കുന്ന സ്പില്ല് മൈനർ ആണോ മേജർ ആണോ, അത് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ എടുക്കേണ്ടതുണ്ടോ, അതിന് എന്തോരം എക്യുപ്മെന്റ്സ് ഒക്കെ വേണം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, വേണ്ടി വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എടുത്തിരിക്കുക. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ്. അതിനനുസരിച്ചിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സിന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. ഡിസ്പോസിബിൾ പ്രൊസീജിയേഴ്സ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. This consists of the use of a personal protective equipment containment of the spill. അതായത് ഓരോ സ്പില്ലിനും ഓരോ തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലതിന് സെയിം ആയിരിക്കും, ഈവൻ ഇൻ കേസിന് ചിലതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് നമുക്കറിയാം. ചില സൊല്യൂഷൻസ് അത് എല്ലായിടത്തും ഒരേപോലത്തെ പെർസെന്റേജിലുള്ള സൊല്യൂഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതിന് ഡിഫറെന്റ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു മാനുഫാക്ചറേഴ്സ്, അതായത് അത്തരം സൊല്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അതേ അളവിലൊക്കെ തന്നെയാണ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലെ. അത് കൂടിപ്പോയാലും അല്ലെങ്കിൽ കുറച്ച് സമയമോ അവിടെ ചെലവഴിച്ചുള്ളൂ, ആ സൊല്യൂഷൻ അത്ര യൂസ് ചെയ്തോളെങ്കിൽ അത്രയും അളവ് മൊത്തമായിട്ടുണ്ടാവില്ല. അപ്പൊ അത് കൃത്യമായിട്ട് എത്ര ടൈമാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. അതാണ് സെക്കൻഡ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്, നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. Then third one, response plan. Hospitals must maintain a response plan in a place for spillage incidents. നമ്മൾ എല്ലാത്തിനും അറിയാം, ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം അല്ലെ. നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻസിഡൻസ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം അറിയിക്കേണ്ടവരെ അറിയിക്കണം. നെക്സ്റ്റ് അത് ആ സ്ഥലം ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം. അത് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് വന്ന് PPE കിറ്റ് ഒക്കെ ധരിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് വരാൻ. അങ്ങനെ കുറച്ച് ഐഡിയാസ് ആണ് അല്ലെ. സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡൻസ്.
Healthcare workers should be given training in the steps of the response plan. That includes who to contact, how to contain the spill, and how to clear and discard the waste. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ മാതിരി തന്നെ ആദ്യം തന്നെ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം കൈകാര്യം ചെയ്യണം. അതിൽ എന്തൊക്കെ വേണം? ഹൂ ടു കോണ്ടാക്ട്, ആര് വേണം ബന്ധപ്പെടാനായിട്ട്, ആൻഡ് ഹൗ ടു കണ്ടെയ്ൻ ദ സ്പില്ല്, എന്താണ് അതില് ആ സ്പില്ലില് എന്ത് ചോർച്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റുക, ആൻഡ് ഹൗ ടു ക്ലിയർ എന്ന് വെച്ചാൽ അവിടെ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യാൻ പറ്റുക, ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റുകളൊക്കെ നമുക്കറിയാം. സാധാരണ വേസ്റ്റ് ബോക്സിലൊക്കെ നിക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ മെറ്റീരിയൽസ്, അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹസാർഡ് ബാഗ്സ് എന്നൊക്കെ പ്രത്യേകം ലേബിൾ ചെയ്ത വേസ്റ്റ് ബോക്സിൽ തന്നെ കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ആ ഒരു റെസ്പോൺസ് പ്ലാന് എന്താ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് വേണം തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് റെസ്പോൺസ് പ്ലാനിൽ പറയുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, എല്ലാവർക്കും ഒരു ആശയവിനിമയം ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് സംഭവിച്ചാലും അതിന്റെ തുടക്കം മുതൽ അറിയിക്കുകയും പിന്നെ വേണ്ട സ്റ്റാഫുകളെ എത്തിക്കുകയും ആ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട വേണമെങ്കിൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് വല്ല പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്തിനും എവിടെയും എന്താവശ്യമാണ്? കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. Communication is necessary for successful spillage waste management. Communication ഒരു പ്രധാനപ്പെട്ട അവശ്യ ഘടകമാണ് എന്തിനാ spillage waste management. Proper training should be given to health workers to communicate effectively with each other and with the other departments. Even in case ഏത് വ്യക്തികളോടും എഫക്റ്റീവ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്താ ആശയവിനിമയം നടത്താനായിട്ട് ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതർ ഡിപ്പാർട്ട്മെന്റ്സ്, ഇൻ കേസ് വ്യക്തികളോട് തന്നെ ആയിരിക്കണം എന്നല്ല, വലിയ വലിയ അതായത് അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സുകളോടും ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ആ തരത്തിലുള്ള സാഹചര്യങ്ങളിലും ഒരു വെൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. ലൈക്ക് എൻവയോൺമെന്റൽ സർവീസസ് ടു മേക്ക് ഷുവർ ദാറ്റ് സ്പില്ലേജ് വേസ്റ്റ് ഈസ് പ്രോപ്പർലി ഹാൻഡിൽഡ് ആൻഡ് ഡിസ്കാർഡഡ്. ഇൻ കേസ് എൻവയോൺമെന്റൽ സർവീസ് അല്ലെ, പൊതുവായിട്ട് നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞ ഹെൽത്ത് എന്താ പറയുക ഹോസ്പിറ്റലിലെ വർക്കേഴ്സിനെ മാത്രമല്ല അല്ലെങ്കിൽ പേഷ്യൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്. ഇൻ കേസ് എൻവയോൺമെന്റിനെ ആ പ്രദേശത്തെ എന്താ പറയുക പരിസരത്തെ മുഴുവൻ ബാധിക്കാവുന്ന സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതുമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും അവരുമായിട്ട് ചിലപ്പോൾ എൻവയോൺമെന്റ് സർവീസ് പ്രദാനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. അതാണ് വെൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ അവിടെ മസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. നല്ല ആശയവിനിമയത്തോടു കൂടിയിട്ട് വേണം ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോ നിങ്ങൾ മൂന്നാലെല്ലാം കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെയാണോ? ഞാൻ നാലെണ്ണം പറഞ്ഞത് എങ്ങനെയാ മനസ്സിലായി പോകുന്നുണ്ടോ? വില്ലേജ് വേസ്റ്റിന്റെ ഓക്കെ. ഓക്കെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിബിൾ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് റെസ്പോൺസ് പ്ലാൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത്, ഫിഫ്ത് വൺ എന്ന് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ്. നമുക്കറിയാം എല്ലാത്തിന്റെയും ഒരു അവസാനം നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ. അതിന്റെ തന്നെ ആ പ്രൊസീജിയർ തന്നെ ഇവിടെയും പറയുന്നത്. Record keeping enough training given to health workers in record keeping procedure for spillage waste. This consists of a documentation of the spill, the kind of waste, the handling and the disposal procedures used, and any follow-up action taken. അതായത് നമ്മൾക്കറിയാം എന്തെങ്കിലും ഇന്ത്യകളെ തുടങ്ങുമ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണമെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു റിപ്പോർട്ട് അല്ലെ, റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ വർക്കുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത്, അതായത് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടാണ് ഈ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതായത് അത്രയും ഡിസ്പോസൽ ഫങ്ഷൻസ് ഒക്കെ ഏതൊക്കെ രീതി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നെക്സ്റ്റ് എന്തായിരുന്നു, നമ്മൾ ആരൊക്കെ അറിയിച്ചു, എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത്, ഏതൊക്കെ PPE കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു, അങ്ങനെ എല്ലാം എന്താ പറയുക സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചത്, എല്ലാം നമ്മൾ അതിൽ എന്താ പറയുക രേഖപ്പെടുത്തിയിരിക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പില്ല്, ഏത് തരത്തിലുള്ള സ്പില്ലാന്ന് പറയണം, ദ കൈൻഡ് ഓഫ് വേസ്റ്റ്, ഏത് തരത്തിലുള്ള വേസ്റ്റ് ആയിരുന്നു എന്ന് പറയണം, ദ ഹാൻഡ്ലിംഗ്, എങ്ങനെയാണ് നമ്മൾ അത് ഹാൻഡിൽ ചെയ്തതെന്ന് പറയണം, ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ, അത് ഡിസ്പോസൽ
അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികൾ എന്താണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് പറയണം. ആൻഡ് ഇനി ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്ക്. നമ്മളറിയാം ഇൻവെസ്റ്റിഗേഷൻ വരെ നടത്തി അല്ലെ. നമ്മൾ സാധാരണ രീതിയിൽ ഇതെല്ലാം ചെയ്തതിനു ശേഷം എന്തെങ്കിലും വീണ്ടും എന്തെങ്കിലും പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ ആ പരിശോധനകൾക്ക് ശേഷം അവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി, അതാണ് ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്കൺ. എന്തെങ്കിലും ഫോളോ അപ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ, നിർദ്ദേശം തരികയാണെങ്കിൽ അതും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഈ റെക്കോർഡ് കീപ്പിംഗിൽ പറയുന്നത്. അപ്പോൾ എല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് ഈ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്താന്ന് വെച്ച് നോക്കാം. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അല്ലെ, നമുക്ക് ഇപ്പോ അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഇന്നോവേഷൻ ആണ് അല്ലെ, എപ്പോഴും കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോ നമുക്കിപ്പോ പുതിയ രീതിയിൽ ഇത്തരം വേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും എളുപ്പവഴികൾ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകാരും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ പ്രത്യേകം ട്രെയിനിങ് കിട്ടി ആ രീതിയിലൂടെ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതാണ് പറയുന്നത് ഓൺ ഗോയിങ് എഡ്യൂക്കേഷൻ. എപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡേണൈസ്ഡ്. എപ്പോഴും കണ്ടിന്യൂസ് ആയ ഒരു പ്രവൃത്തിയാക്കി മാറ്റുക. മോഡേണൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ചുകളോ എന്തെങ്കിലും ഭേദഗതികളോ ഒക്കെ വരുത്തേണ്ടതുണ്ട് ഈ പ്രൊസീജിയറിലൊക്കെ. എന്തെങ്കിലും ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതെല്ലാം അതിൽ കൈകാര്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്, അതിനനുസരിച്ച് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പ്രാക്ടീസുകൾ അല്ലെ, പുതിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സും റെഗുലേഷൻസും മാത്രം കിട്ടിയ കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ഒരു കുറെ പ്രാക്ടീസും കൂടി വേണം, എന്നാലേ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സും റെഗുലേഷൻസ് അനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വരുത്ത മാറ്റങ്ങളും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് ഇവർക്ക് കൊടുക്കുക. അവസാനത്തെ പാരഗ്രാഫ് നോക്കാം. എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വിൽ minimize the risks and hazards related with this village waste in hospitals and make sure the safety of healthcare workers, patients and the environment. നമുക്കറിയാം എന്തിനാണ് ശരിക്കും വില്ലേജ് വേസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്, ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം ഈ വില്ലേജ് വേസ്റ്റും നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒപ്പം എല്ലാ വ്യക്തികൾക്കും അല്ലെ, അവിടെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പേഷ്യന്റ് ആണെങ്കിലും എൻവയൺമെന്റിലാണെങ്കിലും ഈ വേസ്റ്റ് കൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് മിനിമൈസ് ദ റിസ്കുകൾ, അതുമായിട്ടുള്ള അപകടങ്ങൾ അല്ലെ, റിസ്കുകളും അപകടങ്ങളും അല്ലെ ഹസാർഡ്സ് അപകട മേഖലകളും റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജ് വേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് in hospitals and make sure the safety of healthcare workers. അതിനുശേഷം ഇവർക്ക് അതായത് വർക്കേഴ്സിനും പേഷ്യൻസിനും എൻവയൺമെന്റിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ലാസ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വിൽ മിനിമൈസ് ദ റിസ്ക് ആൻഡ് ഹസാർഡ്സ്. അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, ഒപ്പം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെയാണോ? നിങ്ങള് ഇങ്ങനെ മനസ്സിലായോ? ഈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കിട്ടിയോ? കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ ആദ്യം. നെക്സ്റ്റ് ഒന്നുകൂടി പറയാമോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് വില്ലേജ് വേസ്റ്റ് ആണ്, അതായത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ച 7 വില്ലേജ് വേസ്റ്റില് ഏതാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്, അതായത് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്തരം ഏത് ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതിന് എന്തൊക്കെ PPE ആണ് ധരിക്കേണ്ടതെന്നും അത് എന്ത് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നും അതിന്റെ വേസ്റ്റുകളെല്ലാം അല്ലെ ആ ഉപയോഗിച്ച ആ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിക്ഷേപിക്കണമെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ സ്റ്റെപ്പിൽ നോക്കാം. നെക്സ്റ്റ് റെസ്പോൺസ് പ്ലാൻ. ഇത്
ബന്ധപ്പെട്ട ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ എല്ലാവരും ഒഴിഞ്ഞുമാറാണ് ചെയ്യുന്നത് അല്ല, അത് എന്തായാലും സംഭവിച്ചു പോയി. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, ആരാ ഇൻഫോം ചെയ്യണം, നെക്സ്റ്റ് അവർക്ക് ആവശ്യമായ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതെങ്ങനെ ക്ലീൻ ചെയ്യാം, അത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്, അതായത് who to contact, who to contain the spill and how to contain the spill and how to clear and discard the waste. അത് എന്താണ് അതിൽ കിട്ടിയിരിക്കുന്ന സ്പില്ലെന്നും ആൻഡ് ഹൗ ടു ക്ലിയർ, അതെങ്ങനെ ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞാൽ അത് ആ വേസ്റ്റുകളൊക്കെ എവിടെയാണ് ഡിസ്കാർഡ് ചെയ്യുക, എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എവിടെയും സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാഫിന് വേണ്ടി സ്റ്റാഫുകൾക്കാണെങ്കിലും എല്ലാത്തിനും കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നല്ല ആശയവിനിമയത്തോടുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഒരിക്കലും ഒരു തർക്കങ്ങൾ, പ്രത്യേകിച്ച് ഇത് വേസ്റ്റ് ആണ്, എൻവയോൺമെന്റിനെ ബാധിക്കുന്നതാണ്, ചിലപ്പോൾ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റേറ്റ് ബോഡീസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ഇഷ്യൂസ് വരാം അല്ലെ. അവർക്ക് ആ എന്താ പറയുക ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകൾക്ക് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വില്ലേജ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒക്കെ വരുന്നത് കൊണ്ട് അവരൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് സൃഷ്ടിക്കും. അപ്പൊ അവരോടെല്ലാം നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കാഴ്ചവെക്കേണ്ടത്. നെക്സ്റ്റ് റെക്കോർഡ് കീപ്പിംഗ്, എല്ലാത്തിനും ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. എല്ലാത്തിനും ഫസ്റ്റ് തുടങ്ങി എൻഡ് വരെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ ഓൺഗോയിങ് എഡ്യൂക്കേഷൻ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ. അതായത് ഇപ്പോഴത്തെ ഇന്നോവേഷൻ അനുസരിച്ച് നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവെയർ ചെയ്യണം, അതെല്ലാം അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രെയിനിങ് പ്രാക്ടീസ് അതൊക്കെ വേണമെങ്കിൽ അത് സ്റ്റാഫുകളൊക്കെ നേടിയിരിക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്നല്ല, എൻവയോൺമെന്റിനെ സൃഷ്ടിക്കാനും പേഷ്യന്റിന്റെയും വർക്കേഴ്സിന്റെയും എല്ലാ ഹെൽത്ത് കെയറിലെ എല്ലാ വ്യക്തികൾക്കും നല്ലൊരു സുരക്ഷിതമായ ഒരു അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊസീജിയറെല്ലാം എടുക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയറായോ? ഇനി നിങ്ങൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എനിവേ എന്തായാലും ചെറുതായിട്ട് ഇപ്പൊ മനസ്സിലാക്കാം. കാരണം ആ പോയിന്റ്സുകളെല്ലാം എന്താ പറയുക വില്ലേജ് വേസ്റ്റുകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഇത്തരം പോയിന്റും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് എന്താ പറയുന്നത്, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, നെക്സ്റ്റ് ടോപ്പിക് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ വില്ലേജ് വേസ്റ്റ് ആണ്. നമുക്ക് അറിയാം, ഇത് തുടക്കം മുതലേ നമുക്കറിയാം എന്തെങ്കിലും കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യണം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലൂടെയാണ് എപ്പോഴും നമ്മൾ ഓരോ വില്ലേജ് വേസ്റ്റിനെയും ഓരോ വില്ലേജ് വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതിന് കുറെ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യണം, റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. എപ്പോഴും പ്രൊസീജിയേഴ്സ് എല്ലാം ഒരു അണ്ടറിലായിരിക്കും നമ്മൾ ഇത്തരം വില്ലേജ് വേസ്റ്റ് നടത്തേണ്ടത്. കാരണം എൻവയോൺമെന്റിനെ ബാധിക്കും, അല്ലെങ്കിൽ വ്യക്തികളുടെ ആണെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വേസ്റ്റ് സംഭവങ്ങളാണ് അല്ലെ. സാധാരണ രീതിയിലുള്ള ഒരു വേസ്റ്റ് പ്രോബ്ലം അല്ല ഇത്. എന്തെങ്കിലും അണുക്കള് എന്താ പറയുക ശരീരത്തിലാണെങ്കിലും അറ്റ്മോസ്ഫിയറിലാണെങ്കിലും അല്ലെ നമ്മുടെ പരിസരങ്ങളിലാണെങ്കിലും വ്യാപിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധ്യത വരുന്നത് കൊണ്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് മാത്രമേ ഈ വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം അതിൽ ചിലപ്പോൾ മെർക്കുറിയുടെ വേസ്റ്റ് ആയിരിക്കാം, റേഡിയേഷന്റെ വേസ്റ്റ് ആയിരിക്കാം, ലബോറട്ടറി വേസ്റ്റ്, ഇതെല്ലാം അണുക്കളെയും കൂടി സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ള തരത്തിലുള്ള വേസ്റ്റുകളാണ്, വില്ലേജ് ആണ്, ചോർച്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ കുറെ സ്റ്റെപ്പും റൂൾസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. റൂൾസിന്റെ കാര്യം തന്നെ പറയുന്നത് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഈസ് ബേസ്ഡ് ഓൺ regulatory framework which aims ensuring in compliance with the environmental and public health directive. അതായത് നമ്മുടെ എൻവയോൺമെന്റിനെയും പ്രകൃതിയെയും പബ്ലിക് ഹെൽത്തിനെയും ജനങ്ങളുടെ എല്ലാം പൊതുജനങ്ങളുടെ എല്ലാം ഹെൽത്തിനെ നേരെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസുകൾ ഇല്ല എന്ന് എൻഷുറിങ്, അങ്ങനെ ഒരു ഉറപ്പ് വരുത്തണം, അങ്ങനത്തെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേഷൻസ് ഒക്കെ നടപ്പാക്കുന്നത്. ഹിയർ ആർ സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ആസ്പെക്ട് ഓഫ് ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്.
താഴേക്ക് കൊടുത്തിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് സവിശേഷതകൾ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായി ബന്ധപ്പെട്ട കംപ്ലയൻസുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം എന്തൊക്കെയാണെന്നും. ഫസ്റ്റ് വൺ, ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്. ഇത് ഭരണപരമായിട്ട് നമ്മുടെ സംസ്ഥാനം അല്ലെ, കേരള സംസ്ഥാനത്തിന്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം, ഹോസ്പിറ്റൽസ് ആർ സബ്ജക്ട് ടു ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ് ഗവേണിംഗ് ദ മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് ദാറ്റ് ഇൻക്ലൂഡ് സ്പില്ലേജ് വേസ്റ്റ്. അതായത് ഇതിൽ കുറച്ച് നിബന്ധനകൾ, ഇത്തരത്തിലുള്ള കുറച്ച് റെഗുലേഷൻസിലൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്, ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് വേസ്റ്റ് കൂടി, സ്പില്ലേജ്, അതിന്റെ സ്പില്ലേജ് വേസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. എക്സാമ്പിൾ കൺസിസ്റ്റ് ഓഫ് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആൻഡ് ദ ഓക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ബ്ലഡ് ബോൺ പാത്തജൻസ് സ്റ്റാൻഡേർഡ്. അതായത് നമുക്ക് ഒരു താഴത്തെ പോയിന്റ് കൂടി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വായിച്ചു പോവുകയാണ്, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ്ലൈൻസ്. അതായത് ഇതിന്റെ ഫുൾ ഫോം EPA ഫുൾ ഫോം ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ്ലൈൻസ്. The Environmental Protection Agency provides instructions for the management and disposal of dangerous waste, including spillage waste. Hospitals must abide by these guidelines to keep away from fines and penalties. അതായത് ഒരു ഗൈഡ് ലൈൻസ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. എന്തെങ്കിലും ആക്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് രൂപീകരിക്കുന്നതിന് മുമ്പേ കുറെ ഗൈഡ് ലൈൻസ്, ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾക്ക് വേണ്ടിയിട്ട്, അതായത് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കുറച്ച് ആക്ടുകളാണ് കേരള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻ പുറത്തിറക്കുന്നതിന് അനുസരിച്ചുള്ള അതിന് കീഴിലുള്ള കുറച്ച് ആക്ടുകൾ, ഈ ആക്ടുകൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് വേണം ഹോസ്പിറ്റലുകളെല്ലാം പ്രവർത്തിക്കാനായിട്ട്. അവര് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ആക്ടുകളുടെ ബേസിൽ തന്നെയായിരിക്കും. ഇൻ കേസ് ഈ ആക്ടുകളുടെ ബേസുകളിലല്ല ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ പെനാൽറ്റീസ് ഒക്കെ ഗവൺമെന്റ് ഈടാക്കും. അപ്പോ അത് ചിലപ്പോ ഹോസ്പിറ്റലിൽ വരെ പൂട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ ഈ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ഏതിന്റെ ഗൈഡ് ലൈൻസിന്റെ ബേസിലാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻസ്. അവര് പുറത്തിരിക്കുന്ന ഗൈഡ് ലൈനിന്റെ ബേസിലാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ കൺസർവേഷൻ റിക്കവറി ആക്ട് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിസോഴ്സ്, നമ്മുടെ എന്താ പറയണ, നമുക്ക് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ, നാച്ചുറൽ റിസോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ഇതെല്ലാം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിന്, ഈ പ്രകൃതി സംബന്ധമായ ഇതിനെല്ലാം എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുക എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് അതുമായി റിയാക്ട് ചെയ്യും അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലാണ് അത് ചൂഷണം ചെയ്തെങ്കിൽ അത് എന്തായാലും ഗവൺമെന്റ് പ്രതികരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ആക്ട് ആണ് എന്താ, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഇതൊരു ആക്ട് ആണ്. ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സ്പില്ലേജ് വേസ്റ്റ് നമ്മൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചിലപ്പോൾ ഇന്ന കൂടുതൽ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്തത് എന്താ പറയുക, എൻവയോൺമെന്റിന് പ്രശ്നം, പൊല്യൂഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, അത് ആക്ഷൻ എടുക്കും അവര്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇത് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. ഈ ആക്ടുകളെല്ലാം എന്തിന്റെ അണ്ടറിലാണ്? എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഈ ആക്ടുകളെല്ലാം രൂപീകരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, അതായത് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ഹെൽത്ത്, ആരോഗ്യപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സുരക്ഷ ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരും പേഴ്സൺസ് ആണ്, അവർക്കും ഒരു സുരക്ഷ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തിരിക്കുക. ഇൻ കേസ് അവർ കൊടുത്തില്ല എങ്കിൽ ഗവൺമെന്റ് ആക്ഷൻ എടുക്കും. അതാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അതാണ് OSHAയുടെ ഫുൾ ഫോം. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ അനുസരിച്ച് വേണം ഈ എന്താ പറയുക നമ്മുടെ സ്പില്ലേജ് വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ. അതായത് അവിടുത്തെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒന്നും ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്ന കുറെ കാര്യങ്ങളാണ് ഈ ആക്ടിൽ പറയുന്നത്. നമ്മളിപ്പോ രണ്ട് ആക്ടുകൾ നോക്കി. ഒന്ന് നമ്മുടെ എൻവയൺമെന്റിന്റെ
എന്താ പറയുക, നമ്മുടെ നല്ല എൻവയോൺമെന്റിനെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ആക്ടാണ്. നെക്സ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്ന പേഷ്യൻസ്, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷനിലായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഡോക്ടേഴ്സോ നഴ്സുമാരോ ആരാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ഏത് വ്യക്തികൾക്കും കൃത്യമായ ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നും വരുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആക്ടാണിത്. ദെൻ ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്, അതായത് നമ്മുടെ എന്താ പറയുന്ന ഒരു ബ്ലഡിലൂടെ പടരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാൻഡേർഡും അനുസരിച്ച് തന്നെയാണോ ഈ സ്പില്ലേജ് വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി പറയുന്നത്. ഓക്കെ, ഇത് ഒന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുക. അതായത് നമ്മളുടെ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന സ്പില്ലേജ് വേസ്റ്റുകളൊന്നും പെട്ടെന്നൊന്നും ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. അതിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തെങ്കിലും ആക്ടുകൾ ഉണ്ടെങ്കിൽ, നിയമങ്ങളുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ കൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. EPA എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയാണ്. ദെൻ RCRA എന്ന് പറയുന്നത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ്. ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് OSHA ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താ പറയുക, ഇതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം മോക്ക് ടെസ്റ്റ് ഇടണി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശശി പറയുന്നു പബ്ലിക് ഹെൽത്ത്, അതെ, പൊതുജനങ്ങൾക്കും എന്തെങ്കിലും സുരക്ഷ വേണമല്ലോ. അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണ്ടിയിട്ടുള്ള ഈ ആക്ടുകളാണ്. ഈ PA ഗൈഡ് ലൈൻസിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ, അവർക്കൊരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു ആരോഗ്യത്തിനെയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ മാത്രമല്ല കേട്ടോ, എൻവയോൺമെന്റിന്റെ മാത്രമല്ല, ഈവൻ ഹോസ്പിറ്റൽ പരിസരത്തുള്ള ജനങ്ങളുടെയും ആരോഗ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു ഇഷ്യൂ ആണ്. അപ്പൊ അതും എല്ലാം കൂടിയും ഈ ആക്ടിന്റെ കീഴിൽ ഈ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. The EPA provides നെക്സ്റ്റ് സെക്കൻഡ് ഇതിൽ നോക്കാം. The EPA provides, ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, federal and state regulation. Hospitals are subject to federal and state regulation governing the management and disposal of dangerous waste. That includes the spillage waste. Example consists of ഇതെല്ലാം നമ്മൾ പറഞ്ഞു. The next one, Environmental Protection Agency guideline ആണെന്ന് പറഞ്ഞു. The EPA provides instructions for the management and disposal of dangerous waste, including spillage waste. Hospitals must abide by these guidelines to keep away from fines and the penalties. നമ്മൾ പറഞ്ഞു, അതായത് ഇതെല്ലാം ഫോളോ ചെയ്തില്ല എങ്കിൽ ഗവൺമെന്റ് എന്താ ശരിക്കും പെനാൽറ്റീസും ഫൈൻസ് ഒക്കെ ചുമത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ 2 പാരഗ്രാഫിൽ എന്ത് പബ്ലിക് ഹെൽത്ത് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർത്തേക്ക് കിട്ടും. അത് ഇൻഫോം ചെയ്തായിരുന്നു. ഓക്കെ, ആ പബ്ലിക്കിന്റെ ഹെൽത്തും കൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും കൈകാര്യം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. ഇവിടെ പ്രത്യേകിച്ച് ഇത് വരുന്നുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ അവിടുത്തെ എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റും ആൻഡ് ലോക്കൽ പെർമിറ്റ്സ് എന്ത് നടത്തണമെങ്കിലും ഈ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യണമെന്ന് നമുക്കൊരു സുപ്രഭാതത്വം ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ലോക്കൽ ബോഡിയിൽ നിന്നാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നാണെങ്കിലും പെർമിഷൻ കിട്ടിയിരിക്കണം. അത് ചെറിയതാണെങ്കിലും നമുക്ക് മൈന്യൂട്ടായിട്ടാണെങ്കിലും അതങ്ങനെ ചെയ്യാൻ പറ്റും. ഇൻ കേസ് മേജറൊക്കെ ആണെങ്കിലും നമുക്ക് കൃത്യമായ പെർമിഷൻ കിട്ടിയിരിക്കണം. Hospitals must get permits from the state and local authorities to handle and dispose the unsafe waste, including spillage waste. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ കൂടി ബാധിക്കുന്നതാണ്. എൻവയോൺമെന്റിനെ മാത്രമല്ല മൊത്തത്തിൽ ബാധിക്കുന്നത് കൊണ്ടാണ് ലോക്കൽ പെർമിറ്റ്സ് അഥവാ സ്റ്റേറ്റ് പെർമിറ്റ്സും കൂടി ആവശ്യമായി വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നമുക്കറിയാം, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു, കൃത്യമായ ഒരു ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫുകളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹൂ മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഡേഞ്ചറസ്. ഓക്കെ, പറയാം, കുറച്ച് സ്ലോ ആയിട്ട് തന്നെ പറയാം. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹൂ മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ in dangerous waste management and disposal procedures to ensure compliance with the regulations.
നമ്മള് എന്താണ് പറഞ്ഞു നിർത്തിയത്, നമുക്ക് ഇതെല്ലാം വേസ്റ്റ് എല്ലാം കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ സ്റ്റാഫുകൾക്ക് നല്ല ട്രെയിനിങ് വേണം എന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസിന് നല്ല ചിലപ്പോ ഇത്തരം വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് സർട്ടിഫിക്കറ്റ്, ഇത്ര സർട്ടിഫിക്കറ്റും കൂടി ഉള്ള വ്യക്തികളായിരിക്കണം അവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ വില്ലേജ് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള ട്രെയിൻ ചെയ്ത പേഴ്സൺസിന് ചില സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമുണ്ടാകും. ആ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ചെയ്യാവൂ. വർക്കേഴ്സ് ഹു മാനിപ്പുലേറ്റ് വില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. എങ്കിൽ മാത്രമേ ഈ റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അവർക്കാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ വേണം ഈ വില്ലേജ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാനായിട്ട്. ദെൻ റെക്കോർഡ് കീപ്പിംഗ്, എല്ലാത്തിലും പറയുന്ന അതിൽ ഇവിടെയും പറയുന്നുണ്ട്. ഹോസ്പിറ്റൽസ് മസ്റ്റ് കീപ്പ് റെക്കോർഡ്സ് ഓർ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് that includes a documentation of a spill, handling and disposal procedures and any follow-up actions already taken. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തില്ലാന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം, അല്ലെ? ഹോസ്പിറ്റൽ മസ്റ്റ് കീപ്പ് ചെയ്തിരിക്കണം, അവര് സൂക്ഷിച്ചിരിക്കണം. എന്താണ് എന്ത് വില്ലേജ് വേസ്റ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്തു, എന്തെല്ലാമാണ്, അതെങ്ങനെയാ കൃത്യമായിട്ട് ഏത് പ്ലേസിലാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്തത്, അതെങ്ങനെയാ അത്തരം എന്താ പറയാ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഒക്കെ, അത് എങ്ങനെയാണ് ആ വേസ്റ്റുകളെല്ലാം നമ്മള് കൃത്യമായിട്ടുള്ള ബോക്സിൽ കണ്ടെയ്നറിലാണോ നിക്ഷേപിച്ച് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ഡിസ്പോസ് ചെയ്തേക്കുകയാണോ, അതിന് എനി ഫോളോ അപ്പ് ഇൻ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഓൾറെഡി ടേക്കൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഇൻസ്പെക്ടേഷൻ നോക്കാം. അതായത് റെഗുലേറ്ററി ഏജൻസീസ് ഓഫ് oversee inspection of hospitals to ensure compliance with the dangerous waste management regulations. So hospitals must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspection. അതായത് എന്തെങ്കിലും ഇൻസ്പെക്ഷൻസ് ഒക്കെ നടക്കുമല്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പേ തന്നെ ഡേഞ്ചറസ് വരാം എന്നുള്ള രീതിയിൽ തന്നെ ഇൻസ്പെക്ഷൻസ് നടക്കാം. ഇൻ കേസ് അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസ് ഞാൻ സ്ലോ ചെയ്ത് തന്നെയല്ലേ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. ഇതിപ്പോ വളരെ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കുറെ പേജസ് ആണ്, അത് ഇത്രയും ഒന്നല്ല. അപ്പൊ ഈ വില്ലേജ് വേസ്റ്റ് ഇച്ചിരി കൂടുതലുള്ളതാണ്, നിങ്ങൾ ആദ്യം കണ്ട അത്രയല്ല. ഞങ്ങളോട് പറയുന്നത് ഇത്ര സ്ലോവലല്ല, കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് എടുത്തു പോവാന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. ഞാൻ മാക്സിമം 2 പേജൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത്, 2-3 പേജല്ലേ റിപ്പീറ്റ് ചെയ്ത് ഞാൻ എടുത്ത് പോകുന്നത്. അത് ശരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സ്ലോയില് പറയുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റേഷൻ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. സ്ലോയിൽ തന്നെ നോക്കാം. ഇൻസ്പെക്ഷൻസ്. അപ്പോ അതില് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻസ് ആണ്. അതായത് റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. അത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഇൻസ്പെക്ഷൻ അല്ലേ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളാണെങ്കിലും എവിടെയാണെങ്കിലും ഇൻസ്പെക്ഷൻസ് വരും അല്ലെ. ആ ഇൻസ്പെക്ഷൻസ് വരുമ്പോൾ എന്താണ്, അവിടെ ഇന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളത് നോട്ട് ചെയ്യും. അങ്ങനെയാണല്ലോ ഇൻസ്പെക്ഷൻ വന്നു പോവാറ്. അങ്ങനെ നോട്ട് ചെയ്തിട്ട് അവരെ ഇന്ന കാര്യങ്ങളും കൂടി അവിടെ ഉറപ്പ് വരുത്തണം. ഇൻ കേസ് ഇപ്പോ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത്തരം ഡേഞ്ചറസ് വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അപ്പൊ അതനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻ നേരത്തെ മുൻകൂട്ടി ചെയ്തനുസരിച്ച് അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞപ്പോ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഇൻസ്പെക്ഷനിലൂടെ വിലയിരുത്തും. അതാണ് പറയുന്നത് ഹോസ്പിറ്റൽസ് മസ്റ്റ് ബി റെഡി ഫോർ these inspections and have a plan in place to rectify
എനി ഇൻസഫിഷ്യന്റ് ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസഫിഷ്യൻസി, അതായത് എന്തെങ്കിലും മതിയാവാത്ത കാര്യങ്ങൾ, സാറ്റിസ്ഫാക്ഷൻ ആവാത്ത അല്ലെങ്കിൽ മതിയായ തൃപ്തികരമായ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എങ്കിൽ അത് കൃത്യമായി തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യും, അത് അവര് ശ്രദ്ധിച്ച് നോക്കിയിരിക്കും. Then the penalties for in non-compliance hospitals that fails to abide by dangerous waste management regulations may have to face fines, penalties and legal actions. അതായത് ഇതെല്ലാം നടത്തിയിട്ടില്ല എങ്കിൽ, കൃത്യമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം അവിടുത്തെ ഫോളോ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് അങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ എന്താ പെനാൽറ്റീസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പെനാൽറ്റീസ് ഫോർ നോൺ കംപ്ലയൻസ് ഹോസ്പിറ്റൽസ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ല എങ്കിൽ, അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? പെനാൽറ്റീസ് വരും. ഹോസ്പിറ്റൽസ് ദാറ്റ് ഫെയിൽ ടു അവൈഡ് ബൈ ഡേഞ്ചറസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് മേ ഹാവ് ടു ഫേസ് ഫൈൻസ്. അവര് ഫൈന് വേണ്ടിയിട്ട്, ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പെനാൽറ്റീസ് ആൻഡ് ലീഗൽ ആക്ഷൻസ്, എന്തെങ്കിലും നിയമ നടപടികൾ വരികയാണെങ്കിലും അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട്, അതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. Then last paragraph പറയുന്നത് compliance with the regulatory framework for village waste management is critical for safeguarding the environment and public health and avoiding legal and financial penalties. എന്തെങ്കിലും കംപ്ലൈൻസ് അല്ലെ, റെഗുലേറ്ററി ആയിട്ടുള്ള നമ്മൾ കണ്ടു, കുറച്ച് ആക്ടുകളൊക്കെ ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. ഇതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെയോ എൻവയോൺമെന്റിനെയോ ബാധിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ അവോയ്ഡിങ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ പെനാൽറ്റീസ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അതിൽ നിന്നും എന്താ പെനാൽറ്റിയിൽ നിന്നും ബോധപൂർവം ഒഴിവാക്കാൻ സാധിക്കും. ഇൻ കേസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുമ്പോൾ അല്ലെ കറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫൈ ചെയ്ത് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ പെനാൽറ്റീസ് കൊടുക്കുകയും വേണം. ഇൻ കേസ് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ലീഗലായിട്ടോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെനാൽറ്റീസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. Hospitals must be up to date on regulations and guidelines, secure the required permits, provide training and certification to the healthcare workers, keep accurate records and be prepared for inspections. അതായത് ഹോസ്പിറ്റലുകാര് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ, താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക. അതായത് എന്താണ്, റെഗുലേഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ്, ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന ലോക്കൽ ബോഡീസിന്റെയും സ്റ്റേറ്റ് ബോഡീസിന്റെയും ഉള്ള പെർമിഷൻ ഒക്കെ മേടിച്ചിട്ടുണ്ട്. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, വർക്കേഴ്സിനെല്ലാം കൃത്യമായിട്ട് ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇനി സ്റ്റാഫ് അവിടെ ക്ലീൻ ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം കൃത്യമായ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. കീപ്പ് ആക്യുറേറ്റ് റെക്കോർഡ്സ്, കൃത്യമായ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, കീപ്പ് ആക്യുറേറ്റ് കറക്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻസ്, നമ്മൾ എപ്പോഴും ഹോസ്പിറ്റൽസ് എപ്പോഴും ഇൻസ്പെക്ഷൻ വന്നാലും അവരെ ക്വിക്കായിട്ട് റെഡി ആയിരിക്കണം. ആ ടൈമിലെല്ലാം എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല എന്ന് പറയില്ലേ, അതായത് ഹോസ്പിറ്റലിൽ ഈവൻ എന്തെങ്കിലും സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കാം, സംഭവിച്ചു പോവാതിരിക്കാൻ സംഭവിക്കാം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ അതിന് സംഭവിച്ചു പോയാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സ്റ്റെപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ആ കാര്യം മുൻകൂട്ടി കണ്ട് ഹോസ്പിറ്റലിൽ എടുത്തിരിക്കണം. ഇൻ കേസ് സംഭവിച്ചില്ലെങ്കിൽ കൂടി മുൻകൂട്ടി അത് കൈകാര്യം ചെയ്തിരിക്കണം. ഇനി സംഭവിച്ചു പോയാൽ ഇൻവെസ്റ്റിഗേഷന് വരുമ്പോൾ കൃത്യമായിട്ടാണ് ഫോളോ ചെയ്തിരുന്നത് ഉറപ്പ് വരുത്തിയിരിക്കണം. ഇതാണ് ഇതിന്റെ എന്താ പറയുക നമ്മുടെ ആക്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻ ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലൈൻസ് ഫോർ ദ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, അതിന്റെ ഒരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഹോസ്പിറ്റലിൽ കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തിരിക്കണം. ഇൻ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഈ ഗൈഡ് ലൈൻസിലൂടെ ആയിരിക്കണം ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിന്റെ ആക്ടുകളെല്ലാം അവിടെ നടപ്പാക്കിയിരിക്കണം. അതായത് പ്രൊട്ടക്ഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിലെ വർക്കേഴ്സിനെ മാത്രമല്ല പബ്ലിക്കിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആയിരിക്കാൻ അവിടെ നന്നായി നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എങ്ങനെ മനസ്സിലാവാത്ത ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കും. ഒരു സ്പീഡ് കൂടുന്നുണ്ടെന്നുള്ള പരാതിയാണ് ഞാനിപ്പോ ഇന്ന് കേട്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്. അപ്പം ഭൂരിഭാഗം പേരും ഓക്കെ എന്ന് തന്നെ പറയാറ്.
ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ചോദിച്ചോളൂ. ഹലോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നിങ്ങൾക്ക് ഇതില്? നമുക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്തേ. ഒരു ലാസ്റ്റ് ഒരു ഇത് കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതി എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനുണ്ട്. അതും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇതും കൂടി പ്രതീക്ഷിച്ചതാണ് എടുക്കണമെന്ന്. പക്ഷെ അത് തീർത്ത് എടുത്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെ എനിക്കറിയായിരുന്നു. കാരണം ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്യൂർ ദ റിക്വയർഡ് പെർമിറ്റ്സ്. റിക്വയർഡ് ദ പെർമിറ്റ്സ് സെക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതെവിടെയെന്ന് എനിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ലീഗലായിട്ടുള്ള ലൊക്കാലിറ്റി, അതായത് ആ ഒരു പ്ലേസിലും അതേമാതിരി തന്നെ സ്റ്റേറ്റിന്റെയും പെർമിറ്റ് വേണം ഇല്ലേ? അപ്പൊ എപ്പോഴും വില്ലേജ് വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ആ ഒരു പ്ലേസിൽ വിട്ട് ചെയ്ത് അത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അനുപ്രസരണം നടത്താം. പെർമിറ്റ്സ് എടുക്കണം എന്നാണോ? പെർമിറ്റ്സ് അത് തന്നെയാണ്, പെർമിറ്റുകൾ വേണം. ഇത് ചെയ്യണമെങ്കിൽ എന്താ പറയുക, മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക ആക്ട് അനുസരിച്ച് പെർമിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതേസമയം മൈനർ ആയിട്ടുള്ള പ്രോബ്ലംസ്, വില്ലേജ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ചിലപ്പോൾ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ആക്ടിന്റെ അണ്ടറിൽ ഉണ്ടാവില്ല പെർമിഷൻ എടുക്കണമെന്ന്. ഇൻ കേസ് അത് മേജർ ആണ് എങ്കിൽ ചിലപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന്റെ ഒക്കെ പെർമിഷൻ വേണ്ടി വരും. കാരണം അവരും കൂടി അറിഞ്ഞിരിക്കാം ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് വന്നാൽ പബ്ലിക്കിനെ ബാധിക്കാം അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ബാധിക്കാനൊക്കെ വരുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മേജർ ആക്ഷൻസ് ഒക്കെ, മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെർമിഷൻ വേണ്ടി വരും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പെർമിഷൻ വേണ്ടി വരുന്നില്ല. പക്ഷെ നേരത്തെ കൂട്ടി ഇതെല്ലാം ഓരോ ഹോസ്പിറ്റലിലും കീപ്പപ്പ് ആയിരിക്കണം. മിക്കവാറും ഇങ്ങനെയൊക്കെ വില്ലേജുകളൊക്കെ വരണമെങ്കിൽ അവിടുത്തെ ഒരു പെർമിഷനോട് കൂടിയിട്ടല്ലേ ഹോസ്പിറ്റലൊക്കെ പൊതുവേ തുടങ്ങുള്ളൂ. എന്ത് കാര്യത്തിനും ഒരു പെർമിഷൻ വേണ്ടി വരും മിക്കവാറും എല്ലാ കാര്യത്തിലും. അപ്പോ ഇൻ കേസ് എന്തെങ്കിലും വരാണെങ്കിൽ പെർമിഷൻ വേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയറായോ? ഇനി എന്തെങ്കിലും? ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡ് ലൈൻ, ഒരു ആക്ട് ആണ്. അപ്പൊ അത് റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എടുത്തത്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ വില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താ പറയുക പേഴ്സൺസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫസ്റ്റ് തുടങ്ങി എന്ത് സ്റ്റെപ്പുകളൊക്കെ എടുക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്തതിൽ നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൂൾസ് പ്രൊസീജിയേഴ്സ് ഉണ്ടോ, അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമാണോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഒരു വില്ലേജ് വേസ്റ്റുകളൊക്കെ സംഭവിച്ച് ഓടിപ്പോയി അതിൽ തല കൊടുക്കുന്നതൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യങ്ങളൊന്നല്ല, പക്ഷെ ഇതിന് ഇങ്ങനെ റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവയർ ചെയ്ത് മനസ്സിലാക്കി ഇരിക്കുക. തന്നെ അവസാനത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ടൈം ഉണ്ടാവില്ല. എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതായത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ വില്ലേജ് വേസ്റ്റിനെ നമുക്ക് കൈകാര്യം ചെയ്യാം, എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പുതിയ എന്താ പറയാ, എപ്പോഴും ടെക്നിക്കൽ ആയിട്ടുള്ള യുഗമാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ടെക്നോളജീസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നും പറയാനില്ല ആരും? നിങ്ങൾ മെസ്സേജ് അയച്ചു തന്നെ ഇരിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അൺമ്യൂട്ട് അല്ലേ ഓപ്ഷൻ? നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, സംസാരിക്കാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വരില്ല. എനിക്കൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ഇനി എന്തായാലും നമുക്ക് ആ ഫസ്റ്റ് ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടി എഴുതിയിരിക്കാം. ഫ്രണ്ട് ഓഫീസിന് നോവെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എഴുതിയെടുക്കാം. ഫ്രണ്ട് ഓഫീസിലെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബുക്ക് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, എല്ലാവരും എടുത്തോ? പറയട്ടെ ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാനുണ്ടോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കണ്ടക്ടിങ് പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്? ഇത് ഞാൻ എടുത്തിട്ടില്ലല്ലോ, ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കണ്ടക്ടിങ് പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്? ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ് ഫോം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ് ഫോം? പേഷ്യന്റ് കൺസെന്റ് ഫോം, CONSENT. What is the purpose of the patient consent form? എന്തായിരിക്കും കൺസെന്റ് ഫോം ഒക്കെ? എന്തിനു വേണ്ടിയിട്ടാ ശരിക്കും പേഷ്യന്റ് ഇത് ചെയ്യണത്? ടു ഓതറൈസ് ട്രീറ്റ്മെന്റ്. ടു ഓതറൈസ്, ആൻസർ ടു ഓതറൈസ് ട്രീറ്റ്മെന്റ്. To authorize treatment. ഒന്നുകൂടി ഞാൻ പറയാം. What is the purpose of a patient consent form? Answer to authorize treatment. Then last question എഴുതിക്കോളൂ. What is the role of the front office staff? What is the role of the front office staff in managing patient? What is the role of the front office staff in managing patient? What is the role of the front office staff in managing patient confidentiality? അതായത് സ്പെല്ലിംഗ് പറഞ്ഞേക്കാം. CONFIDENTIALITY. കോൺഫിഡൻസ് അല്ലെ, അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തെ എന്തിനാ ബാധിക്കുന്നതാണ് പറയുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇൻ മാനേജിങ് പേഷ്യന്റ് കോൺഫിഡൻറ്റിലിറ്റി? സ്പെല്ലിംഗ് CONFIDENTIALITY. ആൻസർ പറയാം. ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. ACCESS. ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, പേഷ്യൻസ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അൺഓതറൈസ്ഡ് മറ്റു വ്യക്തികൾക്കൊന്നും പാസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് എന്ത് ഫ്രണ്ട് ഓഫീസിലെ മാനേജ്മെന്റ് പേഷ്യന്റിന്റെ ഒരു സ്വകാര്യ വിശ്വസ്തത എന്ന് പറയുന്നത്. ടു പ്രൊട്ടക്ട് പേഷ്യന്റ് ഇൻഫോർമേഷൻ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. To protect patient information from unauthorized access. Access in the spelling ACCESS. കിട്ടിയോ? ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നായിരുന്നു അല്ലെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലേ? ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണേ. ഞാൻ ഈ വില്ലേജ് വേസ്റ്റിന്റെയും നെക്സ്റ്റ് ക്ലാസ്സിൽ
നിങ്ങൾക്ക് തരാം. കാരണം ആ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും ബാക്കി ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറയാം. എങ്ങനെ നിങ്ങൾക്ക് ഇന്നടുത്ത ക്ലാസ് മനസ്സിലായി കാണും അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? കുറച്ച് ഒരു മിനിറ്റ് കൂടിയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? മാം ഈ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എക്സാമിന് മാർക്ക്? അങ്ങനെയല്ല, ശരിക്കും നിങ്ങൾക്ക് കുറച്ച് ലെസൺസില് ഈ ഓരോ ചാപ്റ്റർ ബേസിൽ എത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ കൂടിയാണല്ലോ ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. 2 മൊഡ്യൂളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ചു തരുന്നത്. തേർഡും ഫോർത്തും മൊഡ്യൂൾസും ഉണ്ട്. അപ്പോ എല്ലാത്തിനും കുറച്ച് എന്നുള്ള രീതിയിലാണ്. അതിന്റെ പ്രത്യേകിച്ച് കൗണ്ടിങ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തായാലും അവെയർ ചെയ്ത് വെക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻസും പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും മോക്ക് ടെസ്റ്റ് ആയത് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാക്കി പോകുമ്പോ എന്താ പറയാ, 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ അല്ലേ ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായാലോ കേട്ടോ ഞങ്ങൾക്കത് തൃപ്തിയാവുള്ളൂ. ടീച്ചേഴ്സിന് എന്താ പറയുക, ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായി പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ക്യാച്ച് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി പോകുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.